പൂരം വന്നേ പൂരം വന്നേ തൃശിവ പേരൂർ പൂരം വന്നേ കുടമാറ്റം കാണാനായി മേളം കേൾക്കാനായി മാളോരെല്ലാരും വന്നണഞ്ഞിരിക്കുകയാണ്. അതെ, ആളുകളിങ്ങനെ കൂട്ടമായി ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ 5 മണിക്ക് ലിഷോയ് പറഞ്ഞില്ല, ഇപ്പോൾ ഒരു ശാന്തതയാണ്. ഏത് കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തത. നാളത്തെ രാവിലെ മുതലുള്ള ആഘോഷങ്ങൾക്ക് മുമ്പ് വളരെ സ്വച്ഛമായ ആളുകൾ വന്ന് ഈ രാത്രി കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുക അല്ലേ. പൂരത്തിന് മുമ്പുള്ള ഒരു ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര രസമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അപ്പുറത്ത് ഈ വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയിൽ കുറേ ഗജവീരന്മാരിങ്ങനെ നിരത്തിയിരുത്തിയിട്ടുണ്ടാവും. ഇപ്പുറത്ത് കിഴക്ക് ഭാഗത്ത് പോയി കഴിഞ്ഞാൽ എക്സിബിഷൻ നടക്കുകയാണ്, അവിടെ ഭയങ്കര വൈബാണ്. അതിനോടൊപ്പം തന്നെ ആളുകളൊക്കെ തെക്കേ നടയിൽ ഇങ്ങനെ വന്നിരിക്കുക. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പറയാൻ മറന്നു. ഇപ്പം നമ്മൾ കേട്ട പാട്ട് എന്ന് പറയുന്നത് ദിവീഷിൻ്റെ സ്വന്തം സൃഷ്ടിയാണ്. അതുപോലെ തന്നെ രചന, മ്യൂസിക് ഒക്കെ തന്നെ ദിവീഷിനാണ് അതുപോലെ തന്നെ പാടിയതും. ശരി, അപ്പൊ നമുക്ക് ആളുകൾ ഇഷ്ടമാണ്. ഒരുപാട് ആളുകൾ നിരന്ന് നിൽക്കുകയാണ്. നമ്മൾ അവരോട് പൂരത്തിന്റെ സന്തോഷം പങ്കിടാന്ന് പറഞ്ഞപ്പോഴേക്കും അമ്മമാരൊക്കെ കൂട്ടായി വന്ന്. എന്താണ് പേര്? രേഷ്മ. ആദ്യമായിട്ട് വരുവാണോ പൂരം കാണാൻ? അതെ, ആദ്യമായിട്ട് വരും. എവിടെന്നാ അപ്പോ? കാസർഗോഡ്. കാസർഗോഡുകാരെ രാവിലെയും കുറെ പേരെ കണ്ടല്ലോ. കാസർഗോഡ് ഒരു മൊത്തം തൃശ്ശൂരിലേക്ക് പോകുക പൂരം കാണാലോ. നമുക്ക് ആദ്യമായിട്ടൊരു എക്സൈറ്റ്മെന്റ് അല്ലേ. കാസർഗോഡ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരണമെങ്കിൽ തൃശ്ശൂർ വേണം അല്ലേ. എവിടെന്നാണ്? കാസർഗോഡ്. ഇതെന്താ നിങ്ങൾ വല്ല കുടുംബശ്രീക്കാരാണോ? ഓഹോ, ബാങ്കിൽ നിന്ന് കൂട്ടമായിട്ട് ലീവൊക്കെ എടുത്ത് പോകുന്നേക്കാണല്ലേ പൂരം കാണാൻ. കണ്ടോ, എന്തൊരു നല്ല ബാങ്കാണ്. എല്ലാവർക്കും പൂരം പോയി ആഘോഷിച്ചിട്ട് വന്നോളൂ എന്ന് പറഞ്ഞാൽ. ഇപ്പൊ എങ്ങനെയുണ്ട് വന്നപ്പോ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? കണ്ടിട്ട് ഈ തൃശ്ശൂരുകാരൊക്കെ കൊള്ളാമോ? എന്നാ തിരിച്ചു പോകുന്ന പൂരൊക്കെ കണ്ട് ബുധനാഴ്ച ഉപചാരം തൃശ്ശൂരുകാരാണോ? അതെ 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 അതെ. സ്ഥിരം വരാറുള്ള ആളായിരിക്കും. സ്ഥിരം വരാറുള്ള ആളാണ്. ഇല്ല, കഴിയുന്നതും ഒഴിവാക്കാറില്ല. അല്ല, സഹധർമ്മിണിയും കൂട്ടിയിട്ടാ വന്നിരിക്കുന്നത്. കൊള്ളാം. എല്ലാം കണ്ടോ, അതെ, സഹധർമ്മിണിയും കൂട്ടിയാണ് വന്നേക്കണത്. എല്ലാവരും എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മൾ ലിഷോ രാവിലെ നമ്മൾ പലരെയും കാണുമ്പോൾ എല്ലാവരും ഒരു 50 വയസ്സ് പിന്നിട്ട ഭാര്യ ഭർത്താക്കന്മാരൊക്കെ മക്കളൊക്കെ പലയിടത്ത് ഞങ്ങൾ ആഘോഷിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കാന്നാണ് അല്ലേ. എന്തോ പറയാനുണ്ടല്ലോ. പൂരടിച്ചു വിളിക്കാം. തൃശ്ശൂർ പൂങ്കുന്നം. ഇത് കുറെ പൂരായി. 4 പേര് പാട്ട് കേട്ടാലോ? ഉറപ്പായിട്ടും പാടുവോ? ഞാനോ? അപ്പോഴും പറഞ്ഞില്ലേ പോരണ്ടാന്ന് അപ്പോഴും പറഞ്ഞില്ലേ പോരണ്ടാന്ന് കന്നിപ്പാടത്ത് കാറ്റ് നേരത്ത് ആ കൂനാങ്കുന്നിന്റെ മേലെ പോ കൂമമുളണ നേരത്ത് അപ്പോഴും പറഞ്ഞില്ല പോരണ്ടാന്ന്. ഒരാളോടും പോരണ്ടാന്ന് പറയില്ല, എല്ലാവരും സ്വാഗതം ചെയ്യാം. വന്നോളൂ. അപ്പൊ കണ്ടില്ലേ, അവിടെയും പാട്ട് പാടാനൊക്കെ ആയിട്ട് പാട്ട് റെഡി ആയിട്ടിരിക്കുന്നു. ഫോണില് പാട്ടെടുത്ത് വെച്ചേക്കാണല്ലേ. വരികളൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ കാന്ത ഞാനും വരാം തൃശൂർ പൂരം കാണാം. കാന്ത ഞാനും വരാം തൃശൂർ പൂരം കാണാം. പൂരമെനിക്കൊന്നു കാണണം കാന്ത, പൂരമെനിക്കൊന്നു കാണണം കാന്ത, പൂരമെനിക്കൊന്നു കൂടണം കാന്ത, പൂരമെനിക്കൊന്നു കൂടണം കാന്ത. കാന്ത ഞാനും വരാം തൃശൂർ പൂരം കാണാം. കാന്ത ഞാനും വരാം തൃശൂർ പൂരം കാണാൻ. മദ്ദളം എനിക്കൊന്ന് കൊട്ടണം കാന്ത, മദ്ദളം എനിക്കൊന്ന് കൊട്ടണം കാന്ത, മദ്ദളം എനിക്കൊന്ന് കാണണം കാന്ത, മദ്ദളം എനിക്കൊന്ന് കാണണം കാന്ത. കാന്ത ഞാനും വരാം തൃശൂർ പൂരം കാണാം. വെടിക്കെട്ട് എനിക്കൊന്ന് കാണണം. ഒരുപാട് കാന്ത കേൾക്കാത്ത ഒരു സ്ഥലം തൃശ്ശൂരില്ല അല്ലെ. തൃശ്ശൂർ പൂരത്തിന് വന്ന എല്ലാവരും അതാണ്. അപ്പൊ